തുടങ്ങാം മതി. ഹരേ കൃഷ്ണ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഓം ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കഥാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമിതം. ഹരേ കൃഷ്ണ. നമ്മുടെ ഇന്നത്തെ ഈ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഇപ്പോൾ ആദിലീലയിലെ 11ാമത്തെ അധ്യായം ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നിത്യാനന്ദ പ്രഭുവിന്റെ വിസ്തരണങ്ങൾ എന്ന വിഷയമാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 44ാമത്തെ ശ്ലോകം മുതലാണ്. 44ാമത്തെ ശ്ലോകം മുതൽ നിത്യാനന്ദ പ്രഭുവിന്റെ പ്രധാനപ്പെട്ട സേവകന്മാരെ കുറിച്ചിട്ടാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് എന്ന്. ഹരേ കൃഷ്ണ. നിത്യാനന്ദ ഭൃത്യ പരമാനന്ദ ഉപാധ്യായ ശ്രീജീവ പണ്ഡിത നിത്യാനന്ദ ഗുണഗായ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദരുടെ. ശ്രീല പ്രഭുപാദ് കി ജയ്. പരമാനന്ദ ഉപാധ്യായൻ നിത്യാനന്ദ പ്രഭുവിന്റെ മഹാസേവകനായിരുന്നു. ശ്രീ ജീവ പണ്ഡിതൻ നിത്യാനന്ദ പ്രഭുവിന്റെ ഗുണങ്ങളെ പ്രകീർത്തിച്ചു. ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥം. പരമാനന്ദ ഉപാധ്യായൻ ഒരു ഉന്നത ഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ നാമം ചൈതന്യ ഭാഗവതത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ശ്രീ ജീവ പണ്ഡിതൻ രത്നഗർഭ ആചാര്യന്റെ 2ാമത്തെ പുത്രനും നിത്യാനന്ദ പ്രഭുവിന്റെ പിതാവ് ഹഡായി ഓത്സായിയുടെ ബാല്യകാല സുഹൃത്തുമായിരുന്നെന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. ശ്രീ ജീവ പണ്ഡിതൻ മുമ്പ് ഇന്ദിര എന്ന ഗോപികയായിരുന്നുവെന്ന് ഗൗര ഗണോദ്ദേശ ദീപികയിൽ പറഞ്ഞിരിക്കുന്നു. നിത്യാനന്ദ പ്രഭുവിന്റെ കൂടെ ഉണ്ടായിരുന്ന സേവകന്മാരെയും അതുപോലെ തന്നെ അനുയായികളെ കുറിച്ചുമുള്ള ഒരു വിവരണമാണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇതിനു മുൻപുള്ള ശ്ലോകങ്ങളിൽ ഓർമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിൽ ഓർമ്മയുണ്ടാവും. അതായത് 8ാമത്തെ ശ്ലോകം മുതൽ ഈ അധ്യായത്തിൽ, ഏതാണ്ട് ആദ്യം മുതൽ തന്നെ നമുക്ക് പറയാം, 61 വരെയുള്ള ശ്ലോകങ്ങളിൽ നിത്യാനന്ദ പ്രഭുവിന്റെ അനുയായികളും അദ്ദേഹത്തിൽ നിന്ന് ഉത്ഭവിച്ച പല ഭക്തിയുത സേവകന്മാരുടെ ഗ്രൂപ്പുകളെ കുറിച്ചുമാണ് വർണ്ണിക്കുന്നത്. അതാണ് ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് പ്രധാനപ്പെട്ട ഒരുപാട് വീരഭദ്ര ഗോസായി, അതുപോലെ തന്നെ ശ്രീ രാമദാസ, ഗദാധരദാസ, ശ്രീ മാധവ ഘോഷ, വാസുദേവ ഘോഷ, മുരാരി ചൈതന്യദാസ മുതലായ പ്രമുഖരായ വ്യക്തികളെ കുറിച്ച് നമ്മൾ ആദ്യം ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് വ്യക്തിത്വങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ 44ാമത്തെ ഈ ശ്ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിത്യാനന്ദ പ്രഭുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സേവകനായ പരമാനന്ദ ഉപാധ്യായൻ എന്ന വ്യക്തിയെക്കുറിച്ചും ശ്രീ ജീവ പണ്ഡിതൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. സോ അവർ രണ്ടുപേരുടെയും പ്രത്യേകിച്ച് ഈ ജീവപണ്ഡിതനെ കുറിച്ച് ചില പ്രഭുപാദ് പറയുന്നു, അദ്ദേഹം ഇന്ദിര എന്ന ഗോപിക ആയിരുന്നു എന്ന് ഗൗര ഗണോദ്ദേശ എന്ന ദീപിക എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് അവരെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ചില പ്രഭുപാദ്. ഇതിൽ എല്ലാം ധാരാളം കുറെ വ്യക്തിത്വങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് നോക്കാം. പരമാനന്ദ ഗുപ്ത കൃഷ്ണ ഭക്ത മഹാമതി പൂർവേ യാൻഡ്രഖാരെ നിത്യാനന്ദേര വസതി.
നിത്യാനന്ദ പ്രഭുവിന്റെ 31ാമത്തെ ഭക്തൻ മഹാമതിയായ പരമാനന്ദ ഗുപ്തനായിരുന്നു. മുമ്പ് നിത്യാനന്ദ പ്രഭുവും കുറെ കാലം അദ്ദേഹത്തിന്റെ ഗൃഹത്തിൽ വസിച്ചിരുന്നു. ശിലപ്രഭുപാദയുടെ ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. പരമാനന്ദ ഗുപ്തൻ കൃഷ്ണസ്തവാവലി എന്ന പേരിൽ ഒരു ശ്രീകൃഷ്ണ സ്തുതി രചിച്ചിട്ടുണ്ട്. അദ്ദേഹം മുമ്പ് മഞ്ജുമേധ എന്ന ഗോപികയായിരുന്നുവെന്ന് ഗൗരഗണോദ്ദേശ ദീപികയിൽ പറഞ്ഞിരിക്കുന്നു. പരമാനന്ദ ഗുപ്തൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ കുറിച്ചിട്ടും ഇവിടെ പറയുന്നു. അദ്ദേഹം ഭഗവാൻ കൃഷ്ണന്റെ പരമനായ ഒരു ഭക്തനായിരുന്നു. വളരെ ആധ്യാത്മിക തലത്തിൽ വളരെ ഉന്നതയിൽ വരെ എത്തിയ ഒരു വ്യക്തിയാണ് ഈ പരമാനന്ദ ഗുപ്തൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തെ കുറിച്ചും ഗൗരഗണോദ്ദേശ ദീപികയിൽ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം മഞ്ജുമേധ എന്ന് പറയുന്ന ഒരു ഗോപികയായിരുന്നു എന്ന്. 46ാമത്തെ ശ്ലോകം. നാരായണ കൃഷ്ണദാസ ആര മനോഹര ദേവാനന്ദചാരി ഭായി നീതായി കിങ്കാര. വിവർത്തനത്തിൽ പറയുന്നു, 32ാമത്തെയും 33ാമത്തെയും 34ാമത്തെയും 35ാമത്തെയും മുഖ്യഭക്തന്മാർ നിത്യാനന്ദ പ്രഭുവിന്റെ സേവനങ്ങളിൽ സദാ വ്യാപൃതനായിരുന്ന നാരായണൻ, കൃഷ്ണദാസൻ, മനോഹരൻ, ദേവാനന്ദൻ എന്നിവരായിരുന്നു. ഈ 4 പേരെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നു. അവരെല്ലാവരും നിത്യാനന്ദ പ്രഭുവിന്റെ സേവകരായിട്ട് അല്ലെങ്കിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന മഹത് വ്യക്തിത്വങ്ങളായിരുന്നു എന്ന് ആണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 44. ഹോഡ കൃഷ്ണദാസ നിത്യാനന്ദ പ്രഭു പ്രാണ നിത്യാനന്ദ പാദവിനു നാഹി ജാനെ ആന. നിത്യാനന്ദ പ്രഭുവിന്റെ 36ാമത്തെ ഭക്തൻ ഹോഡ കൃഷ്ണദാസനായിരുന്നു. നിത്യാനന്ദനെ ഒഴികെ മറ്റൊന്നും അറിയാത്ത അദ്ദേഹത്തിന്റെ പ്രാണതുല്യനായിരുന്നു അവിടുന്ന്. അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിന്റെ ചരണകമലങ്ങളിൽ സ്വയം അർപ്പിച്ചു. നിത്യാനന്ദ പ്രഭു അല്ലാതെ വേറെ ആരെയും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. നമുക്കറിയാം, നിത്യാനന്ദ പ്രഭു ആണ് ഏറ്റവും ദയാലുവായിട്ടുള്ളത്. ഭഗവാനേക്കാൾ ദയാലുവാണ് ഭഗവത് ഭക്തൻ. ഭഗവത് ഭക്തരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭജിക്കേണ്ടത്. അതാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ മഹത്വവും അത് തന്നെയാണ്. നമുക്കറിയാം, കാരണം ഭാഗവതത്തില് ഏറ്റവും കൂടുതൽ പറയുന്ന ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ തീർച്ചയായിട്ടും ഭഗവത് ഭക്തനെ ഗ്ലോറിഫൈ ചെയ്താൽ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ആകും. അപ്പോൾ ഭഗവത് ഭക്തനെ ഗ്ലോറിഫൈ ചെയ്യുകയാണ്. അത് ഗജേന്ദ്ര മോക്ഷത്തിൽ ഭഗവാൻ അത് സ്പഷ്ടമാക്കുന്നുമുണ്ട്. അഹം ഭക്ത പരാധീന എന്ന് പറയുന്ന ശ്ലോകത്തില് ഞാൻ ഭക്തനാൽ എന്താ പറയുക ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഭക്തനാണ് എൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എന്നും ഭക്തന്റെ വോട്ട് എൻ്റെ ഭക്തന്റെ ഭക്തനാണ് എനിക്ക് അതിലും പ്രിയൻ എന്ന് ഭഗവാനോട് ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭുവിന്റെ ഏറ്റവും വലിയ ഭക്തരിൽ ഒരുവനായിരുന്നു നിത്യാനന്ദ പ്രഭു. അതായത് സാക്ഷാൽ ബലരാമൻ ആണ് നിത്യാനന്ദ പ്രഭുവായിട്ട് വന്നത്. ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പൊ നിത്യാനന്ദ പ്രഭു ജഗായി മഥായിയെ കുറിച്ചുള്ള കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ജഗായി മഥായിയുടെ ആ ഒരു കഥയിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് മഹാപ്രഭുവിന് ആ സമയത്ത് ദേഷ്യം വന്നു. ഈ ഒരു എന്താ പറയാ അവതാരത്തിൽ, ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തില് അദ്ദേഹം ആയുധം എടുക്കുകയില്ല എന്ന പ്രോമിസോട് കൂടിയാണ് വന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഓർമ്മ തോന്നുന്നു, എങ്കിലും ഒന്നുകൂടി ഒന്ന് റിമൈൻഡ് ചെയ്യാനായിട്ട് പറയുകയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്ര ഭഗവാനായിട്ട് അവതരിച്ചപ്പോൾ സീതാദേവി കണ്ടു എല്ലാ ആസുരിക സ്വഭാവത്തിലുള്ളവരെയും, അസുരന്മാരെ എല്ലാവരെയും, അവരെ എതിർത്തവരെ എല്ലാവരെയും ഭഗവാൻ രാമചന്ദ്രൻ കൊല്ലുകയാണ് ചെയ്തത്. എല്ലാവരെയും ആയുധം ഉപയോഗിച്ച് കൊന്നു. അപ്പൊ ഇതിൽ ദയ തോന്നിയ ശ്രീമതി സീതാദേവി ഭഗവാനോട് പറഞ്ഞു, ശ്രീരാമചന്ദ്ര ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അടുത്ത അവതാരം എടുക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ ഭൂമിയിൽ വരുമ്പോൾ അങ്ങ് ആയുധം എടുക്കരുതേ എന്ന് ഭഗവാനോട് സീതാദേവി പറഞ്ഞു. അങ്ങനെ ആയുധം എടുക്കരുതേ എന്ന് സീതാദേവിയോട് പറഞ്ഞപ്പോ അടുത്ത പ്രാവശ്യം ഭഗവാൻ കൃഷ്ണൻ സ്വയം ഭൂമിയിൽ എഴുന്നള്ളിയപ്പോ ഭഗവാൻ ആയുധം എടുത്തില്ല. ആയുധം എടുക്കാതെയാണ് കൂടുതലും അസുരന്മാരെ എല്ലാം കൊന്നത്. ചില അസുരന്മാരെ സുദർശന ചക്രം ഉപയോഗിച്ച് ഭഗവാൻ കൊന്നുവെങ്കിലും കംസനും മുഷ്ടികാസുരൻ, ചാണൂരൻ, അതുപോലെ തന്നെ അഖാസുരൻ, ബകാസുരൻ, ഇവരെല്ലാവരെയും കൈകൊണ്ടാണ് അദ്ദേഹം കൊന്നത്. ആരെയും ആയുധം എടുത്ത് കൊന്നില്ല. അപ്പോ ഇവൻ കുരുക്ഷേത്ര ഭൂമിയിൽ ഇത്രയും
ആൾക്കാരെ വധിച്ചത് ഭഗവാൻ ആയുധം തൊടാതെയാണ്. ആയുധം തൊട്ടില്ല, ഭഗവാൻ തൊട്ടില്ല. അർജുനനെ കൊണ്ട് അതെല്ലാം ചെയ്യിപ്പിച്ചു. അപ്പം അപ്പം ശ്രീമതി രാധാറാണി പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ ആയുധം എടുക്കരുത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ആരെയും കൊല്ലരുത് എന്ന ഉദ്ദേശത്തിലാണ്. പക്ഷെ അങ്ങ് ആയുധം എടുക്കാതെ തന്നെ കഴിഞ്ഞ അവതാരത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാനായിട്ട് വന്നപ്പോൾ ആയുധം കൊണ്ട് എല്ലാവരെയും കൊന്നപ്പോൾ അത് കണ്ട് വിഷമിച്ചിട്ടാണ് ഞാൻ അങ്ങയുടെ ആയുധം എടുക്കരുതേ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ പ്രാവശ്യം അങ്ങ് ഇവിടെ ഭൂമിയിൽ വരുമ്പോൾ അങ്ങ് ആയുധം എടുക്കാതെ തന്നെ എല്ലാവരെയും കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇതെനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇനി വരുന്ന അവതാരത്തിൽ, കലിയുഗത്തിൽ ഇനി വരുന്ന അവതാരത്തിൽ അങ്ങ് ആരെയും കൊല്ലരുതേ എന്നൊരു വരമാണ്, അല്ലെങ്കിൽ ഒരു പ്രോമിസ് ആണ് ഭഗവാനിൽ നിന്ന് ശ്രീമതി രാധാറാണി മേടിച്ചത്. അപ്പൊ അതുകൊണ്ട് മഹാപ്രഭു ആയുധം എടുക്കില്ല എന്ന് മാത്രമല്ല, ആരെയും കൊല്ലുകില്ല എന്നതുമല്ല, അദ്ദേഹത്തിന്റെ ആയുധം എന്ന് പറയുന്നത് ഹരിനാമ സങ്കീർത്തനം മാത്രമായിരിക്കും എന്നതായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്ന എഗ്രിമെന്റ്, അല്ലെങ്കിൽ മഹാപ്രഭു ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെ പ്രോമിസ് എടുത്തിട്ട് പോലും ശ്രീമതി രാധാറാണിക്ക് ആരെയും കൊല്ലില്ല എന്ന് പ്രോമിസ് എടുത്തിട്ട് പോലും മഹാപ്രഭു അവിടെ ആയുധം എടുത്തു. ആയുധം ഈ ഒരു അവതാരത്തില് ഒരു ആയുധവും ഉപയോഗിക്കില്ല എന്ന ഡിസിഷൻ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ആയുധം എടുത്തു ജഗായ് മഥായിയുടെ കേസിൽ. അങ്ങനെ ജഗായ് മഥായിയുടെ കേസിൽ ആ ഒരു ആയുധം എടുത്തുകൊണ്ട് ഭഗവാൻ കൊല്ലാൻ തുടങ്ങിയപ്പോൾ അവിടെ നിത്യാനന്ദ പ്രഭുവാണ് അവിടെ കൂടുതൽ ദയാലുവായിട്ട് അവരെ കൊല്ലുകയല്ല, ഇങ്ങനെ അസുരന്മാരെ കൊല്ലാനായി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാ എല്ലാവരെയും കൊല്ലേണ്ടി വരും. അതുകൊണ്ട് അങ്ങ് അവരുടെ ആസ്വരിക സ്വഭാവത്തെ കൊല്ലണമേ എന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആസ്വരിക സ്വഭാവത്തെ കൊല്ലുക എന്നാണ് അവിടെ ആവശ്യപ്പെടുന്നത്. അങ്ങനെ നിത്യാനന്ദ പ്രഭു ഇങ്ങനെ ഏറ്റവും വലിയ ദയാലുവാണ്. അപ്പൊ ഇവിടെ പറയുന്നത് നിത്യാനന്ദ പ്രഭുവിനെ മാത്രം അറിഞ്ഞാൽ മതി. ആദി ഗുരുവാണ് ബലരാമൻ. ആദി ഗുരുവായ ബലരാമന്റെ അവതാരമായ ശ്രീ നിത്യാനന്ദ പ്രഭുവിനെ അറിഞ്ഞാൽ, അദ്ദേഹത്തെ മാത്രം അറിഞ്ഞാൽ നമുക്ക് സർവ്വജ്ഞാനവും നേടാം, അതുപോലെ തന്നെ ഭഗവാനെ പ്രാപിക്കാനും നമുക്ക് സാധിക്കും. ഇവിടെ ഇദ്ദേഹത്തിന് 36ാമത്തെ ഭക്തൻ ഹോഡ കൃഷ്ണദാസനായിരുന്നു. നിത്യാനന്ദനെ ഒഴികെ മറ്റൊന്നും അറിയാത്ത അദ്ദേഹത്തിന്റെ പ്രാണതുല്യനായിരുന്നു അവിടുന്ന്. അപ്പൊ നിത്യാനന്ദ പ്രഭുവിനെ തന്റെ പ്രാണന് തുല്യം സ്നേഹിച്ചിരുന്ന വ്യക്തി. നിത്യാനന്ദ പ്രഭു അല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം നിത്യാനന്ദ പ്രഭുവിന്റെ ചരണകമലങ്ങളിൽ സ്വയം അർപ്പിച്ചു. നിത്യാനന്ദ പ്രഭുവിന്റെ ചരണകമലങ്ങളിൽ അദ്ദേഹം സ്വയം അർപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു മനോഹരമായ കീർത്തനമുണ്ട്, നിത്തായ് പാദ കമല. ആർക്കെങ്കിലും അറിയാമോ ആ കീർത്തനം? ഓക്കെ, നമുക്കത് പിന്നീട് എടുക്കാം. ഓക്കെ, അടുത്ത അപ്പം ശിലപ്രഭാതയുടെ ഭാവാർത്ഥം, കൃഷ്ണദാസ ഹോഡയുടെ വാസസ്ഥാനം ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള ബഡഗാച്ചിയിലായിരുന്നു. ആ സ്ഥലത്താണ് നിത്യാനന്ദ ഈ കൃഷ്ണദാസ ഹോഡ എന്ന് പറയുന്ന അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് ശിലപ്രഭാതയുടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. നഖടി മുകുന്ദ സൂര്യ മാധവ ശ്രീധര രാമാനന്ദ വസു ജഗന്നാഥ മഹിധര. വിവർത്തനം: നിത്യാനന്ദ പ്രഭുവിന്റെ ഭക്തന്മാരിൽ നഗടി 37ാമനും, മുകുന്ദൻ 38ാമനും, സൂര്യൻ 39ാമതും, മാധവൻ 40ാമനും, ശ്രീധരൻ 41ാമനും, രാമാനന്ദൻ 42ാമനും, ജഗന്നാഥൻ 43ാമനും, മഹീധരൻ 44ാമനുമായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരുടെ പേര് 37 മുതൽ 44 വരെ നഗടി, മുകുന്ദ, സൂര്യ, മാധവ, ശ്രീധര, രാമാനന്ദ, ജഗന്നാഥ ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്ന ഇത്രയും പേരുടെ ഈ 8 പേരുടെ പേര് ആണ് ഈ ഒരു ശ്ലോകത്തിൽ. ശ്രീധരൻ 12ാമത്തെ ഗോപാലനായിരുന്നു എന്നും ശിലപ്രഭുപാദ് ഭാവാർത്ഥത്തിൽ കൺഫേം ചെയ്യുന്നുണ്ട്. 49ാമത്തെ ശ്ലോകത്തിൽ 9ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ശ്രീമന്ത ഗോകുലദാസ ഹരിഹരാനന്ദ ശിവായ് നന്ദായി അവധൂത പരമാനന്ദ. ശ്രീമന്തൻ 45ാമനും, ഗോകുലദാസൻ 46ാമനും, ഹരിഹരാനന്ദൻ 47ാമനും, ശിവായ് 48ാമനും, നന്ദായി 49ാമനും, പരമാനന്ദൻ 50ാമനുമായിരുന്നു. അങ്ങനെ 50 പേരുടെ കാര്യങ്ങൾ ഇവിടെ പ്രകീർത്തിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ കൂടി 50 പേരുടെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. മഹാപ്രഭുവിന്റെ ശിഷ്യന്മാരും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നവരും
അദ്ദേഹത്തിന്റെ ബ്രാഞ്ചസിൽ ഉണ്ടായിരുന്നവരുമായിട്ടുള്ള 50 പേരെയാണ് നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചത്. ഇനിയും ഉണ്ട്. മൊത്തം 75 പേരുടെയോളം പേരുകളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. നിത്യാനന്ദ പ്രഭുവിന്റെ ബ്രാഞ്ചസിൽ ഉണ്ടായിരുന്നത് 75 പേരുടെ പേരുകൾ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് 61-ാമത്തെ ശ്ലോകം വരെയോ മറ്റോ ആണ് അത് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, 61-ാമത്തെ ശ്ലോകം വരെ അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. നമുക്ക് കാണാം. അതിൽ എക്സാക്ട്ലി പറഞ്ഞാൽ 55-ാമത്തെ ശ്ലോകം വരെ, 55-ാമത്തെയോ 54 ശ്ലോകം വരെ കണ്ട് എല്ലാ ആൾക്കാരുടെയും പേര് വർണ്ണിക്കുന്നുണ്ട്. അതിനുശേഷം അവരുടെ കുറച്ച് ഗുണങ്ങൾ കൂടെ പറഞ്ഞ് 61-ാമത്തെ ശ്ലോകം വരെയാണ് ഈ നിത്യാനന്ദ പ്രഭുവിന്റെ ബ്രാഞ്ചസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശ്ലോകങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ശ്ലോകം 50. വസന്ത നവനി ഹോഡ ഗോപാല സനാതന വിഷ്ണായി ഹാര ഹാജര കൃഷ്ണാനന്ദ സുലോചന. വസന്തൻ 51-ാമനും നവിഹോടൻ 52-ാമനും ഗോപാലൻ 53-ാമനും സനാതൻ 54-ാമനും വിഷ്ണായി 55-ാമനും കൃഷ്ണാനന്ദൻ 56-ാമനും സുലോചന 57-ാമനും ആയിരുന്നു. ശില പ്രഭുപാദയുടെ ഭാവാർത്ഥം. ശില ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ എഴുതിയിരുന്നു, നവനി ഹോഡൻ ബെഡഗാച്ചിയിലെ രാജാവിന്റെ പുത്രനായ ബോഡ കൃഷ്ണദാസൻ തന്നെയായിരുന്നതായി കാണപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ നാമം ഹരി ഗോഡൻ എന്നായിരുന്നു. ലാലഗോല ഘാട്ട റെയിൽപാതയിലൂടെ ബെഡഗാച്ചിയിലെത്താം. മുമ്പ് ഗംഗ ഒഴുകിയിരുന്നത് ബെഡഗാച്ചിയിലൂടെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴത് കാൽശീര ഖാല എന്നറിയപ്പെടുന്ന കനാൽ ആയി തീർന്നിരിക്കുന്നു. മുടഗാച്ചി സ്റ്റേഷന് സമീപത്ത് ശാലിഗ്രാമം എന്ന പേരിൽ ഒരു ഗ്രാമമുണ്ട്. ഭക്തി രത്നാകാരത്തിൽ 12-ാം തരംഗം പറഞ്ഞിട്ടുള്ളതുപോലെ കൃഷ്ണദാസ രാജാവ് അവിടെയാണ് നിത്യാനന്ദ പ്രഭുവിന്റെ വിവാഹം ഏർപ്പാട് ചെയ്തത്. നവനി ഹോഡൻ രാജാ കൃഷ്ണദാസന്റെ പുത്രനായിരുന്നെന്നും ചിലപ്പോൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാർ ഇപ്പോഴും ബഹിരഗാജിക്ക് സമീപമുള്ള രുക്കൂണപുരം ഗ്രാമത്തിൽ വസിക്കുന്നുണ്ട്. അവർ ദക്ഷിണ രാഠീയ കായസ്ഥ സമുദായക്കാരായിരുന്നെങ്കിലും ബ്രാഹ്മണരായി പരിഷ്കരിക്കപ്പെട്ടതിനാൽ അവരിപ്പോഴും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ദീക്ഷ നൽകുന്നു. നിത്യാനന്ദ പ്രഭുവിന്റെ ഒരു ബ്രാഞ്ച് അവിടെ നടക്കുന്നുണ്ട്, അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അവിടെ ചില സ്ഥലങ്ങളൊക്കെ ബംഗ്ലാദേശിലുള്ള ചില സ്ഥലങ്ങൾ, അതായത് മായാപൂരിൽ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് 2 തരത്തിലുള്ള പരിക്രമകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് നവദ്വീപ മണ്ഡല പരിക്രമ എന്നും പിന്നെ മറ്റൊന്ന് ഗൗരമണ്ഡല പരിക്രമ എന്ന് പറഞ്ഞ 2 പരിക്രമയുണ്ട്. ഇപ്പൊ കഴിഞ്ഞത് നവദ്വീപ മണ്ഡല പരിക്രമയാണ്. അപ്പൊ ആ പരിക്രമ അത് 7 ദിവസം കൊണ്ട് അവിടെ എല്ലാം കഴിയും. ഗൗരമണ്ഡല പരിക്രമ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശും വെസ്റ്റ് ബംഗാളിലുമുള്ള 2 രാജ്യങ്ങളിലുമുള്ള ഇന്ത്യയിലും ബംഗ്ലാദേശിലുമുള്ള പല സ്ഥലങ്ങളിലും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഗൗരമണ്ഡല പരിക്രമ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഇതിൽ പല സ്ഥലങ്ങളും അവിടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള സ്ഥലങ്ങളെ കുറിച്ചിട്ട് ഇവരവിടെ പോകുന്നതിനുള്ള ഇപ്പോഴത്തെ സ്ഥലവും ഏതൊക്കെയാണെന്ന് വളരെ കറക്റ്റായിട്ട് ചില പ്രഭുപാദ് നമുക്കിവിടെ വർണ്ണിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം എവിടെയാണ് താമസിച്ചിരുന്നതും പിന്നെ ചില ആൾക്കാരുടെ പേരിലും ചില വ്യത്യാസങ്ങൾ ഉണ്ട്. അദ്ദേഹത്തെ അറിഞ്ഞ് പറയപ്പെട്ടിരുന്നത് മറ്റു പല പേരുകളിലായിരുന്നു എന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. कंसारी सेना रामचंद्र कवि राजा गोविंद श्रीरंग मुकुंद तनी कवि राजा. വിവർത്തനം. നിത്യാനന്ദ പ്രഭുവിന്റെ 58-ാമത്തെ മഹാഭക്തൻ കംസാരി സേനനും 59-ാമത്തേത് രാമസേനനും 60-ാമത്തേത് രാമചന്ദ്ര കവിരാജനും 61-ാമത്തെയും 62-ാമത്തെയും 63-ാമത്തെയും ഭക്തന്മാർ വൈദ്യന്മാരായിരുന്ന ഗോവിന്ദൻ, ശ്രീരംഗൻ, മുകുന്ദൻ എന്നിവരും ആയിരുന്നു. വിവർത്തനം ശ്രീ പ്രഭുപാദരുടെ. ഖണ്ഡവാസി ചിരഞ്ജീവന്റെയും സുനന്ദയുടെയും പുത്രനായിരുന്ന ശ്രീരാമചന്ദ്ര കവിരാജൻ ശ്രീനിവാസ ആചാര്യന്റെ ശിഷ്യനും നരോത്തമദാസ ഠാക്കൂറിന്റെ സംഘത്തിനു വേണ്ടി നിരവധി തവണ പ്രാർത്ഥിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തുമായിരുന്നു. ഗോവിന്ദ കവിരാജൻ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ സഹോദരനായിരുന്നു. ശ്രീല ജീവഗോസ്വാമി രാമചന്ദ്ര കവിരാജന്റെ മഹത്തായ കൃഷ്ണഭക്തിയെ മുക്തകണ്ഠം പുകഴ്ത്തുകയും അദ്ദേഹത്തിന് കവിരാജൻ എന്ന നാമം നൽകുകയും ചെയ്തു. ഗൃഹസ്ഥ ജീവിതത്തിൽ ഒരിക്കലും താല്പര്യമില്ലാതിരുന്ന ശ്രീരാമചന്ദ്ര കവിരാജൻ ശ്രീനിവാസ ആചാര്യന്റെയും നരോത്തമദാസ ഠാക്കൂറിന്റെയും പ്രചരണ പ്രവർത്തനങ്ങളിൽ
വളരെയധികം സഹായിച്ചിരുന്നു. അദ്ദേഹം ആദ്യം വസിച്ചിരുന്നത് ശ്രീകണ്ഠത്തായിരുന്നെങ്കിലും പിന്നീട് ഗംഗാ നദിയുടെ തീരത്ത് കുമാരനഗരത്തിലെ ഒരു ഗ്രാമത്തിലേക്ക് മാറി. ഗോവിന്ദ കവിരാജൻ രാമചന്ദ്ര കവിരാജന്റെ സഹോദരനും ശ്രീകണ്ഠത്തെ ചിരഞ്ജീവന്റെ ഏറ്റവും ഇളയ പുത്രനുമായിരുന്നു. ആദ്യം ഒരു ശാക്തൻ അഥവാ ദുർഗാദേവിയുടെ ഉപാസകനായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം ശ്രീനിവാസ ആചാര്യനിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. ഗോവിന്ദ കവിരാജനും ആദ്യം ശ്രീകണ്ഠത്തും പിന്നീട് നഗരത്തിലുമായിരുന്നു വസിച്ചിരുന്നതെങ്കിലും അതിനുശേഷം പത്മാ നദിയുടെ ദക്ഷിണ തീരത്തുള്ള തേലിയ ബുധരി എന്നറിയപ്പെടുന്ന ഗ്രാമത്തിലേക്ക് മാറി. ഗോവിന്ദൻ സംഗീത മാധവം, ഗീതാമൃതം എന്നീ ഗ്രന്ഥങ്ങളുടെ രചയിതാവും മഹാനായ ഒരു വൈഷ്ണവ കവിയും ആയിരുന്നതിനാൽ ശ്രീല ജീവഗോസ്വാമി അദ്ദേഹത്തിന് കവിരാജൻ എന്ന നാമം നൽകി. അദ്ദേഹത്തെ പറ്റി ഭക്തി രത്നാകരത്തിൽ 9-ാം തരംഗം വിവരിച്ചിട്ടുണ്ട്. ഗണോദ്ദേശ ദീപികയിൽ വിവരിച്ചിട്ടുള്ളതുപോലെ കംസാരി സേനൻ മുൻപ് ബ്രജഭൂമിയിലെ രത്നാവലി ആയിരുന്നു. അപ്പൊ ഓരോ ഗോപിമാരും ഇവിടെ മഹാപ്രഭുവിന്റെ ലീലയിൽ അവരുടെ ഭാഗം അഭിനയിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവരെല്ലാവരും വന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുന്നുണ്ട്. ശ്ലോകം 52 പീതാംബര മാധവാചാര്യ ദാസ ദാമോദര ശങ്കര മുകുന്ദ ജ്ഞാനദാസ മനോഹര. ഭഗവാൻ നിത്യാനന്ദ പ്രഭുവിന്റെ ഭക്തന്മാരിൽ പീതാംബരൻ 64-ാമനും, മാധവാചാര്യൻ 65-ാമനും, ദാമോദരദാസൻ 66-ാമനും, ശങ്കരൻ 67-ാമനും, മുകുന്ദൻ 68-ാമനും, ജ്ഞാനദാസൻ 69-ാമനും, മനോഹരൻ 70-ാമനുമായിരുന്നു. അത് ഇത്രയും പേരുടെ പേരുകൾ മാത്രമാണ് വർണ്ണിക്കുന്നത്. നർത്തക ഗോപാല രാമഭദ്ര ഗൗരാംഗദാസ നൃസിംഹ ചൈതന്യ മീനകേതന രാമദാസ. നർത്തകനായ ഗോപാലൻ 71-ാമനും, രാമഭദ്രൻ 72-ാമനും, ഗൗരാംഗദാസൻ 73-ാമനും, നരസിംഹ ചൈതന്യൻ 74-ാമനും, മീനകേതന രാമദാസൻ 75-ാമനുമായിരുന്നു. മീനകേതന രാമദാസൻ സംഘർഷന്റെ ഒരവതാരമാണെന്ന് ഗൗരഗണോദ്ദേശ ദീപികയിൽ പറയുന്നു. അങ്ങനെ 75 പേരുടെ പേര് ഇവിടെ വർണ്ണിച്ചു കഴിഞ്ഞു. നിത്യാനന്ദ പ്രഭുവിന്റെ ഫോളോവേഴ്സ് ആയിരുന്ന 75 പേരുടെ പേരുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. ഇനി 54-ാമത്തെ ശ്ലോകത്തില് വൃന്ദാവനദാസ നാരായണീരനന്ദന ചൈതന്യ മംഗളയൻ ഹോ കരില രചന. ശ്രീമതി നാരായണിയുടെ പുത്രനായ വൃന്ദാവനദാസ ഠാക്കൂർ ശ്രീ ചൈതന്യമംഗളം എന്ന ഗ്രന്ഥം പിന്നീട് ചൈതന്യ ഭാഗവതം എന്നറിയപ്പെട്ട് രചിച്ചു. ഇവിടെ 75 പേരുടെ ഫോളോവേഴ്സ് ആണ്. നിത്യാനന്ദ പ്രഭുവിന്റെ ഫോളോവേഴ്സിനെ കുറിച്ചിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ വൃന്ദാവനദാസ് ഠാക്കൂറിനെ കുറിച്ച് അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. വൃന്ദാവനദാസ് ഠാക്കൂറാണ് ചൈതന്യമംഗളം എന്ന ഗ്രന്ഥം അവിടെ രചിച്ചത് എന്നും അത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ചൈതന്യ ഭാഗവതം എന്ന പേരിലും അറിയപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ മറ്റൊരു ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ബുക്കിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഭാഗവത്തെ കൃഷ്ണലീല വർണ്ണില വേദവ്യാസ ചൈതന്യ ലീലാധേ വ്യാസ വൃന്ദാവനദാസ. ശ്രീമദ് ഭാഗവതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾ വർണ്ണിച്ചത് വ്യാസദേവനായിരുന്നു. ചൈതന്യങ്ങളുടെ വ്യാസൻ വൃന്ദാവനദാസൻ അത്രേ. അതായത് വ്യാസദേവൻ എന്ന പേര് ശ്രീ ഭഗവാൻ കൃഷ്ണന്റെ ലീലകളായ ശ്രീമദ് ഭാഗവതം എന്ന ഗ്രന്ഥം രചിച്ചപ്പോൾ വ്യാസനുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ വ്യാസൻ എന്ന് അറിയപ്പെടുന്നത്, അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ വർണ്ണിച്ച വ്യാസൻ എന്നറിയപ്പെടുന്നത് വൃന്ദാവനദാസൻ ആണ് എന്ന് ഇവിടെ പറയുന്നു. ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥം ശ്രീല വൃന്ദാവനദാസ ഠാക്കൂർ വേദവ്യാസന്റെ ഒരവതാരവും കൃഷ്ണലീലയിൽ കൃഷ്ണനോട് സൗഹൃദമുള്ള കുസുമാപീഡൻ എന്ന ഗോപാലക ബാലനുമായിരുന്നു. അതായത് ശ്രീ ചൈതന്യ ഭാഗവതത്തിന്റെ ഗ്രന്ഥകർത്താവും ശ്രീവാസ ഠാക്കൂറിന്റെ ഭാഗിനേയായ നാരായണിയുടെ പുത്രനുമായ വൃന്ദാവന ഠാക്കൂർ വേദവ്യാസന്റെയും കുസുമാപീഡൻ എന്ന ഗോപാലക ബാലന്റെയും സംയുക്ത അവതാരമായിരുന്നു. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ ചൈതന്യ ഭാഗവത വ്യാഖ്യാനത്തിൽ വൃന്ദാവനദാസ ഠാക്കൂറിന്റെ ജീവിത ചരിത്രപരമായ വിശദ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അവിടെ വേദവ്യാസന്റെ അവതാരമായിട്ട് ഇവിടെ വൃന്ദാവനദാസ ഠാക്കൂറിനെ ഇവിടെ പ്രകീർത്തിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 56-ാമത്തെ ശ്ലോകത്തിൽ
സർവശാഖാ ശ്രേഷ്ഠ വീരഭദ്ര ഗോസാനി താൻര ഉപശാഖാദ്യത താര അന്തനായി. നിത്യാനന്ദ പ്രഭുവിന്റെ ശാഖകളിൽ വെച്ച് ഏറ്റവും ഉന്നതമായത് വീരഭദ്ര ഗോസാനി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഉപശാഖകൾ അപരിമിതമായിരുന്നു. സോ അങ്ങനെ അദ്ദേഹത്തിന്റെ ബ്രാഞ്ച്, നിത്യാനന്ദ പ്രഭുവിന്റെ ഒരു ബ്രാഞ്ച് ഏറ്റവും കൂടുതലായിട്ട് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് വീരഭദ്ര ഗോസാനി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു എന്ന് ആണ് ഇവിടെ പറയുന്നത്. 57 അനന്ത നിത്യാനന്ദ ഗണ കേകരുഗണന ആത്മപവിത്രേതു ലിഖിലാൻ കഥ ജന. നിത്യാനന്ദ പ്രഭുവിന്റെ അസംഖ്യം അനുയായികളെ ആർക്കും എണ്ണാനാവില്ല. എന്റെ ആത്മശുദ്ധീകരണത്തിന് ഞാൻ അവരിൽ ചിലരെ പ്രതിപാദിച്ചു എന്നുകൊണ്ടുണ്ടെന്ന് മാത്രം. അപ്പം അനേകം ശിഷ്യഗണങ്ങളും അനുയായികളും ബ്രാഞ്ചസും ഒക്കെ നിത്യാനന്ദ പ്രഭുവിന് ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹം ആദി ഗുരു ആയിരുന്നു. ആയ ബലരാമന്റെ അവതാരമായിട്ട് വന്നത്. അപ്പൊ അദ്ദേഹത്തിന് അസംഖ്യം ശിഷ്യന്മാരും ഫോളോവേഴ്സും ഉണ്ടായിരുന്നു. അതിൽ കുറച്ചു പേരെ മാത്രം ആണ് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി ഇവിടെ പറഞ്ഞത്. കുറച്ചു പേർ 75 പേരുടെ പേര് പറഞ്ഞിട്ട് വീണ്ടും കുറച്ചു പേരുടെ കൂടെ പേര് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നിത്യാനന്ദ പ്രഭുവിന്റെ ശിഷ്യഗണങ്ങളുടെ പേരുകൾ വർണ്ണിച്ചു എന്നാണ് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അങ്ങനെ നിത്യാനന്ദ പ്രഭുവിന്റെ അസംഖ്യം അനുയായികളെ ആർക്കും എണ്ണാനാവില്ല. എന്റെ ആത്മശുദ്ധീകരണത്തിന് ഞാൻ അവരിൽ ചിലരെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് മാത്രം. അതിൽ കുറച്ചു പേരുടെ പേര് മാത്രം അദ്ദേഹത്തിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി. അപ്പൊ തീർച്ചയായിട്ടും കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി അത്രയും പേരുടെ പേര് വർണ്ണിച്ചത് അദ്ദേഹത്തിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കും അതിന്റെ പ്യൂരിഫിക്കേഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരു വൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ, ഭഗവാനെ എപ്പോഴും മനസ്സിൽ ധരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പേരുകൾ അവര് ജപിക്കുകയും അവരെ ഓർക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഭാവം നമ്മളിലേക്ക് വരാനുള്ള സഹായകമാകും നമുക്ക്. അതുപോലെ തന്നെ അവരുടെ ആ ഭഗവത് ഭക്തിയുടെ ഒരംശം, ഒരല്പമെങ്കിലും നമുക്ക് കിട്ടാനുള്ള ഭാഗ്യം ലഭിച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്ക് വളരെ ഉന്നതിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ടാണ് കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി അദ്ദേഹത്തിന്റെ പ്യൂരിഫിക്കേഷന് വേണ്ടി എന്ന് എഴുതിയെങ്കിൽ പോലും അദ്ദേഹം ഓൾറെഡി ഒരു പ്യുവർ സോളാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതുപോലെ മനോഹരമായ ഒരു ഗ്രന്ഥം രചിക്കുവാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ കഴിവ് തന്നെ അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹത്തിന്റെ ഭക്തിയുടെ നമുക്ക് ഇത്രയും പേരുടെ നാമങ്ങൾ നമുക്ക് പറയാനുള്ള അവസരം കിട്ടുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് അവരുടെ ക്വാളിറ്റി നമുക്ക് വരികയും അതിനുള്ള പ്യൂരിഫിക്കേഷൻ നമുക്ക് ഉണ്ടാവുകയും ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്ലോകം 58 പറയുന്നു, ഏയി സർവശാഖ പൂർണ്ണ പക്വ പ്രേമ ഫലേ യാരെ ദേഖേ താരെ ദിയ ഭാസായില സകലേ. നിത്യാനന്ദ പ്രഭുവിന്റെ ഭക്തന്മാരായ ഈ ശാഖകളെല്ലാം കൃഷ്ണപ്രേമത്തിന്റെ പക്വമായ ഫലങ്ങൾ നിറഞ്ഞവയായതിനാൽ കാണുന്നവർക്കെല്ലാം അവർ ആ ഫലങ്ങൾ വിതരണം ചെയ്ത് അവരെ കൃഷ്ണപ്രേമത്തിൽ ആഴ്ത്തി. നോക്കുക, അതാണ് അതിന്റെ മഹത്വം. നിത്യാനന്ദ പ്രഭുവിന്റെ ഭക്തന്മാരായ ഈ ശാഖകളെല്ലാം കൃഷ്ണപ്രേമത്തിന്റെ പക്വമായ ഫലങ്ങൾ നിറഞ്ഞവയാകയാൽ എല്ലാം കൃഷ്ണപ്രേമത്തിന്റെ പക്വമായ ഫലം നിറഞ്ഞതാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? കാണുന്നവർക്കെല്ലാം അവർ ആ ഫലങ്ങൾ വിതരണം ചെയ്ത് അവരെ കൃഷ്ണപ്രേമത്തിൽ ആഴ്ത്തി. നിത്യാനന്ദ പ്രഭുവിന്റെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ആ കൃഷ്ണപ്രേമം നമുക്ക് കിട്ടും. നിത്യാനന്ദ പ്രഭുവിന് മഹാപ്രഭുവിനോടുണ്ടായിരുന്ന ആ പ്രേമവും വാത്സല്യവും ആ ഡെഡിക്കേഷനും അത് ഫോളോ ചെയ്യുന്നവർക്കും അത് തന്നെ കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് നിത്യാനന്ദ പ്രഭുവിന്റെ ആ ശാഖകളെ കുറിച്ചുള്ള വർണ്ണനകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ശ്ലോകം നമ്മൾ നോക്കിയ ശ്ലോകം 58 58 9 എന്ന് പറയുന്നത് ആ ഫലം അല്ലെങ്കിൽ അവരുടെ നിത്യാനന്ദ പ്രഭു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ഫലത്തിനെ കുറിച്ചുള്ള വർണ്ണനയാണ് കൊടുക്കുന്നത്. 59 പറയുന്നു, അനർഗള പ്രേമ ശബാര ചേഷ്ട അനർഗള പ്രേമ ദീതേ കൃഷ്ണ ദീതേ ധരേ മഹാബല. ഈ ഭക്തന്മാർക്കെല്ലാം അനുസ്യൂതവും അപ്രതിഹതവുമായ കൃഷ്ണപ്രേമം നൽകാനുള്ള അപരിമിതമായ ശക്തിയുണ്ട്. സ്വശക്തിയാൽ അവർക്ക് കൃഷ്ണനെയും
കൃഷ്ണപ്രേമത്തെയും നൽകാൻ കഴിയുമായിരുന്നു. പ്രഭുപാദയുടെ ഭാവാർത്ഥം. ശ്രീല ഭക്തി വിനോദ ഠാക്കൂർ പാടുന്നു, കൃഷ്ണ സേ തൊമാര കൃഷ്ണ ദീതേ പാര തൊമാര ശക്തി ആച്ചേ. കൃഷ്ണന്റെയും കൃഷ്ണപ്രേമത്തിന്റെയും ഉടമയെന്ന നിലയിൽ അവ രണ്ടും തനിക്ക് ഇഷ്ടമുള്ള ആർക്കും നൽകാൻ ഒരു പരിശുദ്ധ വൈഷ്ണവന് കഴിയുമെന്ന് ഈ ഗാനത്തിൽ ഭക്തി വിനോദ് ഠാക്കൂർ വിവരിക്കുന്നു. അതുകൊണ്ട് കൃഷ്ണനെയും കൃഷ്ണപ്രേമത്തെയും നേടുന്നതിന് ഒരുവൻ പരിശുദ്ധ ഭക്തന്മാരുടെ കാരുണ്യം തേടേണ്ടതാണ്. ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറും പറയുന്നു, യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ പ്രസാദാത് ന ഗതി കുതോപി. ആധ്യാത്മിക ഗുരുവിന്റെ കാരുണ്യം കൊണ്ട് ഒരുവൻ കൃഷ്ണന്റെ കാരുണ്യത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു. ആധ്യാത്മിക ഗുരുവിന്റെ കൃപയില്ലാതെ ഒരുവന് ഒരു പുരോഗതിയും നേടാൻ കഴിയില്ല. ഒരു വൈഷ്ണവന്റെ അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരുവിന്റെ കൃപ കൊണ്ട് ഒരുവന് കൃഷ്ണപ്രേമവും കൃഷ്ണനെ തന്നെയും നേടാൻ കഴിയും. അത് ഈ രണ്ട് കീർത്തനങ്ങളിൽ കൂടി നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്ന ഒരു കീർത്തനമാണ്. ഇപ്പോ ഗുരുവാഷ്ടകം എന്ന് പറയുന്ന ആ കീർത്തനത്തിൽ കൂടി നമ്മൾ എല്ലാ ദിവസവും മംഗളാരതി സമയത്ത് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ രചിച്ച ആ ഒരു കീർത്തനം നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്നതാണ്. അതിൽ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്, ഗുരുവിന്റെ കൃപ ഇല്ലെങ്കിൽ ഒന്നും നേടാൻ സാധിക്കത്തില്ല. എന്നാൽ ഗുരുവിന്റെ കൃപയോടെ അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ വരെ പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ് അപ്രസാദാത് ന ഗതി കുതോപി എന്ന്. അപ്പൊ ഇതിൽ പറയുന്നില്ല. അപ്പം അതുകൊണ്ട് നിത്യാനന്ദ പ്രഭുവിന്റെ ആ ഫോളോവേഴ്സിനെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഭഗവാന്റെ ഭക്തന്മാരെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഗുണം കിട്ടും. ആ ഭക്തന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഓർക്കുക, എല്ലായ്പ്പോഴും ഭഗവാനെ ഓർക്കുക, ഭഗവാനെ എല്ലായ്പ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്ന, ഭഗവത് പ്രേമത്തിൽ അല്ലെങ്കിൽ ഭഗവത് ഭാവനാമൃതത്തിൽ എപ്പോഴും മുഴുകിയിരിക്കുന്ന അതേ ഗുണം നമ്മൾക്കും ലഭിക്കണം എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം, ആശയം അത് തന്നെയാണ്. സംക്ഷേപേ കഹിലാനേ നിത്യാനന്ദ ഗണ യാൻഹര അവധിന പായ സഹസ്രവദന. നിത്യാനന്ദ പ്രഭുവിന്റെ ചില അനുയായികളെയും ഭക്തന്മാരെയും കുറച്ചു മാത്രം ഞാനിവിടെ സംഗ്രഹിച്ച് വിവരിച്ചു. ഈ എണ്ണമറ്റ ഭക്തന്മാരെ കുറിച്ച് വിവരിക്കാൻ 1000 നാവുള്ള അനന്തശേഷന് പോലും അസാധ്യമാണ്. 1000 നാവുള്ള അനന്തന് പോലും നിത്യാനന്ദ പ്രഭുവിന്റെ അനുയായികളെ കുറിച്ച് വർണ്ണിക്കാൻ ഉള്ള കഴിവ് പോരാ ആയിരിക്കും എന്നാണ് പറയുന്നത്. 1000 നാവുള്ള 1000 തലകളുണ്ട് അനന്തശേഷന്, പക്ഷെ അതും അതും പൂർണ്ണമാവില്ല വർണ്ണിച്ചു തുടങ്ങിയാൽ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോ അങ്ങനെയുള്ളപ്പോൾ ഈ എളിയവനായ തനിക്ക് എന്ത് ശക്തിയുണ്ട് എന്നുള്ളതാണ് വളരെ എളിമയോടുകൂടി കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. നമ്മളൊക്കെ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴേ അതിൽ വലിയ മഹത്വം കണ്ടുപിടിച്ച് നമ്മൾ എന്തോ ചെയ്തു എന്ന ഒരു ചിന്താഗതിയിൽ നമ്മൾ ഇരിക്കുകയാണ്. കൃഷ്ണരാജ് കവിരാജ് ഗോസ്വാമിയൊക്കെ ഇത്ര എളിമയോടുകൂടി അത് പറയുമ്പോൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ ചെയ്യുന്നത് എന്തുണ്ട്. നമ്മൾ അവരൊക്കെ പറഞ്ഞത് കോപ്പി അടിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ വലിയ കേമത്വം കാണിക്കുന്നത്. ഓരോ വൈഷ്ണവ ആചാര്യന്മാരുടെയും കീർത്തനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മൾ മിക്കവാറും ചൊല്ലുന്ന ശ്ലോകമാണ് ശ്രീകൃഷ്ണ ചൈതന്യ. അതിന്റെ അവസാനം പറയുന്ന എന്താണ്? നരോത്തമദാസേ എന്താണ്? നരോത്തമദാസ, യെസ്, രാമചന്ദ്ര സംഘമഖേ നരോത്തമദാസ. സോ ഇൻ യുവർ അസോസിയേഷൻ, അതായത് അദ്ദേഹത്തിന്റെ അസോസിയേഷൻ ഉള്ളത് കൊണ്ട്, രാമചന്ദ്രന്റെ അസോസിയേഷൻ ഉള്ളത് കൊണ്ട് ആണ് താങ്കളുടെ ദാസനാണ് ഞാൻ എന്ന അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ ഓരോ കീർത്തനം നോക്കിയാലും എന്താണ്, ഭക്തി വിനോദ് ഠാക്കൂർ പാടുകയാണെങ്കിൽ പാടുന്ന കീർത്തനത്തില് താങ്കൾ എന്റെ യജമാനനാണ്, ഞാൻ താങ്കളുടെ വാലാട്ടിപ്പട്ടിയാണ്. അമാര കുക്കൂർ തൊമാര കുക്കൂർ എക്സാക്ട്ലി ഓർമ്മ വരുന്നില്ല ആ കീർത്തനം. അവരൊരു കീർത്തനം അങ്ങനെ അവരുടെ വളരെ എളിമ നിറഞ്ഞ ഭാവത്തില് ആണ് അവരെല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ യഥാർത്ഥമായ അവരുടെ പൊസിഷൻ നോക്കിയാൽ അവരൊക്കെ എത്രമാത്രം എക്സോൾട്ടഡ് ഡിവോട്ടീസ് ആണ്. അത്രയും എക്സോൾട്ടഡ് ആയിട്ടുള്ള ഡിവോട്ടീസ് ആയ അവര് അങ്ങനെ എളിമയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നുമില്ലാത്ത നമ്മള് ആരോ ആണ് എന്ന ഭാവത്തിലാണ് നമ്മൾ എപ്പോഴും ഇരിക്കുന്നത്. സോ അതുകൊണ്ട് എപ്പോഴും എളിമയോടുകൂടി തന്നെ നമ്മൾ പ്രവർത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ശ്ലോകം 61 നമുക്ക് ഈ ഒരു അധ്യായം നമുക്കിവിടെ തീരുകയാണ് ചെയ്യുന്നത്. 61-ാമത്തെ ശ്ലോകത്തോട് ഈ അധ്യായം തീരുകയാണ്.
श्रीरूप रघुनाथ पादयार आशा ചൈതന്യാചരിതാമൃത കഹേ കൃഷ്ണദാസ. ശ്രീരൂപ രഘുനാഥ ഗോസ്വാമിമാരുടെ പാതാരബിന്ദങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ കാരുണ്യം സദാ അഭിലഷിച്ചുകൊണ്ടും കൃഷ്ണദാസൻ എന്ന ഞാൻ അവരുടെ തൃച്ചേവടികൾ പിന്തുടർന്നുകൊണ്ട് ശ്രീ ചൈതന്യ ചരിതാമൃതം വർണ്ണിക്കുന്നു. ഓരോ അധ്യായത്തിന്റെയും അവസാനം കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്ന ഈ ഗ്രന്ഥം അവരുടെ എല്ലാം കൃപ കൊണ്ട് അവരുടെ പാതാരബിന്ദങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഞാനിത് രചിക്കുന്നു എന്ന് ആണ് ഇവിടെ പറയുന്നത്. അടുത്ത അധ്യായം 12-ാമത്തെ അധ്യായം അദ്വൈത ആചാര്യന്റെയും ഗദാധര പണ്ഡിതന്റെയും വിസ്തരണങ്ങൾ എന്ന് പറയുന്ന അധ്യായം അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ ചരിതാമൃതം കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. നിതായ് ഗൗർ സിദ്ധാർത്ഥ പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഹരേ കൃഷ്ണ. പ്രഭു ഇന്ന് 50 എത്ര വരെ എടുത്ത പ്രഭു? 50 ശ്ലോകം 11 അധ്യായം 11 കഴിഞ്ഞു. മതി. ഇനി നാളെ 12-ാമത്തെ അധ്യായം ഫിനിഷ് ചെയ്തു. ഓക്കെ, താങ്ക് യു പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും സംശയം? താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. പ്രഭു ഞാൻ ഈ ഇതിലുള്ളതല്ല പ്രഭു, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഈ ഫസ്റ്റ് നമ്മുടെ ആദ്യത്തെ ചതുർഭുജ ആ ചതുർവ്യൂഹം കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാരായണൻ വന്നിട്ടാണ് പിന്നെ സെക്കൻഡ് ചതുർവ്യൂഹം വരുന്നത് അല്ലെ? അല്ല, സംഘർഷനിൽ നിന്നാണ് സെക്കൻഡ് ചതുർവ്യൂഹം. സംഘർഷണൻ. അതെ. അതിനിടയ്ക്ക് ഈ സെക്കൻഡ് ചതുർവ്യൂഹത്തിനിടയ്ക്ക് ഒരു നാരായണനെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണ് പ്രഭു? എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഫസ്റ്റ് ബലരാമൻ അല്ല, ആദ്യം ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് 2 എക്സ്പാൻഷനാണ്. ഒന്ന് രാധാറാണിയും 2 ബലരാമനും. പിന്നെ ബലരാമനിൽ നിന്ന് ആദ്യത്തെ ഇത് വരും. അതാണ് സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വസുദേവൻ. പിന്നത്തെ സംഘർഷനിൽ നിന്നാണ് വീണ്ടും അനിരുദ്ധൻ, പ്രദ്യുമ്നൻ, വസുദേവൻ, സംഘർഷണൻ എന്ന പേരിൽ വരും. അപ്പൊ അതിൽ നാരായണൻ വരുന്നില്ലല്ലോ. നാരായണൻ എന്ന പേര് വരുന്നില്ല. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു നാരായണന്റെ ഇതിലെവിടെ പറഞ്ഞ പോലെ ഇരിക്കണം. ആ നാരായണൻ എവിടെ വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് ഞാൻ ചോദിച്ചത്. നാരായണൻ എന്ന പേര് വരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ വിഷ്ണുവായിട്ട് വരുന്ന, മഹാവിഷ്ണുവായിട്ട് വരുന്നതിനെ നാരായണൻ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. മഹാവിഷ്ണു എന്ന് പറയുമ്പോ മറ്റേ കാരണോദകശായ വിഷ്ണു ആയിട്ട് വരുന്നു. കാരണോദകശായ വിഷ്ണു. അതെ അതെ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഫസ്റ്റ് എക്സ്പാൻഷനിൽ രാധാറാണി വരുന്നുണ്ടോ ഹരേ കൃഷ്ണ പ്രഭുജി? യെസ്, കൃഷ്ണനിൽ നിന്ന് ആദ്യം വരുന്നത് രാധാറാണി, പിന്നെ ബലരാമൻ. അങ്ങനെയാണ്. ഹരേ കൃഷ്ണ. അത് ബലറാം വരുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ രാധാറാണി കൂടെ ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. രാധാറാണി അല്ല, 2 എക്സ്പാൻഷനല്ലേ ഉണ്ടാവുന്നത്. പ്ലഷർ പൊട്ടൻസിയും സംവിത് ശക്തിയും ഹ്ലാദിനി ശക്തിയും. ഇത് രണ്ടാണ് ഭഗവാനിൽ നിന്നുണ്ടാകുന്ന ആദ്യത്തെ എക്സ്പാൻഷൻസ്. ഹ്ലാദിനി ശക്തിയാണ് ശ്രീമതി രാധാറാണി, സംവിത് ശക്തിയാണ് ബലരാമൻ. യെസ്. ആരാണ് ചോദിച്ചത് ആ ചോദ്യം? ദീപ ഖത്തറിനാണ്. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു. താങ്ക് യു പ്രഭു. ക്ലോസ് ചെയ്യട്ടെ പ്രഭു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. പതിദാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. വളരെ നന്ദി.